Hello friends, ഇന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റാപ്പിന്റെ റെസിപ്പിയാണ് പനീർ പൊറോട്ട റാപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് മെനുവായും ലഞ്ചിനും ഡിന്നറിനും സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി എംബാർക്ക്. പനീർ പൊറോട്ട റാപ്പ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. 6 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി ഉണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അരപ്പിന് ചെറിയൊരു പുളിപ്പേ ഉണ്ടാകാൻ പാടുള്ളൂ. അരപ്പെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇനി വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പനീർ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പനീർ നമ്മൾ കഴുകുമ്പോൾ ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കരുത്, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പനീറിലേക്ക് അരപ്പെല്ലാം പിടിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി. ഫ്രോസൺ പൊറോട്ട ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നന്നായി ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ചുമിട്ട് പൊറോട്ട ചുട്ടെടുക്കാം. ഇനി നമുക്ക് റാപ്പിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം ഒലിവ് ഓയിൽ എടുത്താലും മതി കേട്ടോ. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി പനീർ അതിൽ ഫുൾ അരപ്പോട് കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടി വളരെ സൂക്ഷിച്ചിളക്കി കൊടുത്തുകൊണ്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത് ഇവ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നേരമൊന്നും വഴറ്റണ്ട, 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. വെജിറ്റബിൾസ് എല്ലാം കടിച്ച് കിടക്കണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് തീരെ നൈസായിട്ടില്ല കട്ട് ചെയ്യേണ്ടത്, കുറച്ച് കട്ടിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ സമയത്തൊക്കെ തീ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇവ നമുക്ക് തീയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് പൊറോട്ട റോൾ ചെയ്തെടുക്കാം. ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് പൊറോട്ട. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ലൈനായിട്ട് നടുക്കൂടെ വെച്ച് കൊടുത്താൽ മതി. ഈ മിക്സ് 6 റാപ്പ് ഉണ്ടാക്കാനുള്ളതുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, എന്നിട്ട് പൊറോട്ട നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. റെഡ് ചില്ലി സോസിന് പകരം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ഒഴിക്കാം കേട്ടോ. ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.